പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നുപോയി. എങ്കിലും സർവശക്തനായ ദൈവം നമ്മളോട് മനസ്സലിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ധൈര്യത്തോടെ പറയുന്നത്, നമ്മളിലൊന്നും നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗത്തിനാവും നമ്മളെ ക്ഷേമത്തോടെ നടത്തി. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും വലുത് ആമേൻ, സഭയ്ക്കകത്ത് നിൽക്കുന്ന കുടുംബങ്ങൾ അറിയേണ്ടത് ഏറ്റവും വലിയ കാര്യം, നമ്മൾ നിന്ദിക്കപ്പെട്ടു പോവാൻ ദൈവം അനുവദിച്ചില്ല. ഏറ്റവും വലുതായിരുന്നു. മനുഷ്യരുടെ മുന്നേ നമ്മൾ ഒരിക്കലും നിന്ദിക്കപ്പെട്ടു പോകാനായിട്ട് സ്വർഗത്തിലെ ദൈവം ആമേൻ സഭയോ സഭയിലിരിക്കുന്ന ഒരാളെ പോലും ദൈവം തമ്പുരാൻ ഇടക്കിയില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 25-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. രാത്രിയിലെ 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്നു, അവരുടെ അടുക്കൽ വന്നു. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ 25-ാമത്തെ വാക്യം. രാത്രിയിലെ 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്നു. ഒന്ന് നിങ്ങളുടെ അവിടെ നിന്നുകൊണ്ട് ചോദിക്കണം, ആമി യേശു കടലിന്മേൽ നടക്കുവാൻ ഒരു കാരണമേ ഉള്ളൂ. എന്താ കാരണം നിങ്ങൾക്കറിയാമോ? യേശു കടലിന്മേൽ നടക്കുവാൻ കാരണം യേശുവിന് ഏറ്റവും പ്രിയരായൊരു പടകിലിരിപ്പുണ്ട്. നിങ്ങളെൻ്റെ കൂടെ ഇന്ന് വന്നോണേ. ഹല്ലേലൂയ. യേശു ആമി പടകിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നതിൻ്റെ വാക്യത്തിൻ്റെ ആമി കടലിന്മേൽ നടന്നു, അവരുടെ അടുക്കൽ വന്നു. ആരുടെ അരികിൽ വന്നു? ശിഷ്യന്മാരുടെ അരികിൽ വന്നു. നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു പൊക്കോണം. ഈ വർഷം 2025 പ്രവേശിക്കുമ്പോൾ യേശു വന്നതിനെ നിങ്ങൾ നോക്കിക്കോണം. യേശു വന്നതിനെ, യേശുവിന് എന്നാൽ പിന്നെ ചുമ്മാ ഇരിക്കുകയല്ല. എന്നാൽ ഭയങ്കര തിരമാലയും ഭയങ്കര കാറ്റും കോളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തേക്കാം, ചുമ്മാ ഇവിടെ നിന്നാൽ ഒന്ന് ചുമ്മാ കടലിൻ്റെ മുകളിൽ കൂടെ, കാരണം കർത്താവിൻ്റെയാണ് സകല ഉടമ. അതുകൊണ്ട് അതിൻ്റെ മണ്ടേ നടക്കാം നല്ല പ്ലാൻ ചെയ്ത ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്, പ്രതികൂലത്തിലായിരിക്കുന്നവൻ അരികിലേക്ക് തമ്പുരാൻ നടന്നു ചെല്ലാൻ തുടങ്ങി. ഈ പകലിൽ നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങളുടെ ഏത് മണ്ഡലത്തിനകത്തും ഈ 2025 ഒരു പ്രതികൂലം നിപ്പുണ്ടെങ്കിൽ അതിനടുക്കിലേക്ക് ഏത് 4 യാമത്തിലാണ് സ്വർഗത്തിലെ ദൈവം അടുത്ത് വരുന്നൊരു വർഷമാണ് 2025. പ്രതിസന്ധിയുടെ മുന്നിൽ, പ്രതികൂലത്തിൻ്റെ മുന്നിൽ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധിയുടെ മുന്നിൽ നിങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്നു. വ്യക്തമായിട്ട് അതിനകത്ത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ പറയുന്നു കടൽമേൽ നടന്നു, അവരുടെ അടുക്കിലേക്ക്, മറ്റാരുടെ അരികിലേക്ക്, അവരുടെ അരികിലേക്ക്. ആരുടെ അരികിലേക്ക്? തന്നെ സ്നേഹിക്കുന്നവരുടെ അരികിലേക്ക് യേശു നടന്നു ചെന്നു. അവർ നടന്നു ചെല്ലുമ്പോൾ അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അവർ പേടിച്ചു പോയി. വലിയൊരു പ്രതിസന്ധിക്കകത്ത് ഇന്ന് രാത്രിയിൽ അറിഞ്ഞോ, ഏത് പ്രതിസന്ധിക്കകത്ത് നിൽപ്പുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം നിന്നെ അരികിലേക്ക് വരാൻ പോവുക. ഇന്ന് നിനക്കൊരിക്കലും തീർപ്പില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ പോലും 2025 ദൈവം തീർപ്പ് കൽപ്പിക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. ഒരിക്കലും സംഭവിക്കത്തില്ല. പ്രതിസന്ധിയുടെ കാറ്റിൻ്റെ ഭയങ്കര ഓളത്തിൻ്റെ ഇനി ഒരു ജീവിതത്തിൽ മുന്നോട്ടൊരു വഴിയില്ല. എല്ലാം ശൂന്യമായി പോകുമ്പോൾ ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് വന്ന് നിൽക്കുക. ബാങ്ക് ജപ്തി ചെയ്യുക, നോട്ടീസ് ഒട്ടിച്ച കേസിനകത്ത് പകടപ്പെടുക, തലമുറയെക്കുറിച്ച് ഭാരപ്പെടുകയാണ്. സ്വസ്ഥതയില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ നിന്നെ അനുഭവിക്കുക. ആഗ്രഹിച്ച തലത്തിൽ തലമുറകൾ എത്തിച്ചേർന്നിട്ടില്ല. ആഗ്രഹിച്ച തല പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ഉപവസിക്കാഞ്ഞിട്ടല്ല, നിലവിളിക്കാഞ്ഞിട്ടല്ല, തലമുറകൾ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ ഈ 2025 എഴുതി വെച്ചോ, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്രതിസന്ധിയുടെ മുകളിൽ കൂടെ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം ഏറ്റെടുത്തോ. ഹല്ലേലൂയ. 2025 പ്രത്യേകത, പ്രതികൂലത്തിനകത്തൂടെ നിന്റെ അരികിലേക്ക് യേശു വരാൻ പോകുക. ഉടഞ്ഞു പോകുന്നോ, ഇനി ഒരു നന്മ വെളിപ്പെടത്തില്ലെന്നോ, ഞങ്ങൾ ചിലതിൽ നിന്നെല്ലാം അവസാനിക്കാൻ പോവുകയാണെന്നോ വിചാരിക്കുന്നുവെങ്കിൽ മരണഭയം പോലും ഈ വർഷം ദൈവം തമ്പുരാൻ മാറ്റിക്കളയും. അതുപോലെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, ധൈര്യപ്പെടുകയും. ഇന്നലെ വരെ അനുഭവിക്കാത്ത ചില വിഷയങ്ങളുടെ മുകളിൽ, ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മുകളിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ധൈര്യപ്പെടുകയും, ഞാനാകുന്നു, പേടിക്കേണ്ട. ഇന്ന് എത്ര പേർ ആമയും പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? സ്വർഗത്തിലെ ദൈവം പറയും, ഞാനാകുന്നു നിന്റെ അരികിൽ നിൽക്കുന്നത്.
ഈ പ്രതിസന്ധിയുടെ മുകളിൽ കൂടെ, ഈ പ്രശ്നത്തിൻ്റെ മുകളിൽ കൂടെ, ഈ കണ്ണുനീരിൻ്റെ മുകളിൽ കൂടെ ഞാൻ നിന്റെ അരികിൽ വന്നത്. ഹല്ലേലൂയ. ധൈര്യപ്പെടുകയും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഈ 2025 ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുവാനാണ് അമ്മ 2025 വന്നിരുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സകല നിന്ദകളെയും സ്വർഗത്തിലെ ദൈവം മാറ്റി എഴുതാൻ പോകുന്ന ഒരു വർഷമായി ദൈവം മാറ്റും. ആമി സകല നിന്ദകളെയും ആമി സ്വർഗത്തിലെ ദൈവം മാറ്റി എഴുതി ആമി ചില ജീവിതങ്ങളുടെ ചരിത്രത്തെ തമ്പുരാൻ മാറ്റി എഴുതുന്ന ഒരു വർഷമായി മാറാൻ പോവുക. ഇതിനകത്ത് പ്രതിസന്ധി ഇല്ലെന്നില്ല, പ്രതിസന്ധിയിലേക്ക് ഞാൻ വരും. ആമി ആദ്യമേ ഞാൻ പറയുന്നു, ദൈവ മക്കളോടുള്ള ദൂതാണ് ഞാൻ ഇപ്പോൾ ആദ്യമേ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ കാരണം. ലോക കാലഗതിയെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. നാളുകൾ കൊണ്ടും വർഷം കൊണ്ടും അനുഭവിച്ച ചില പ്രതിസന്ധികൾ ആമി തലമുറയുടെ നന്മ കാണാതെ, തലമുറയുടെ അനുഗ്രഹം കാണാതെ, തലമുറയുടെ വാഗ്ദത്തം കാണാതെ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്ന ചില തലമുറകൾക്കകത്ത് സ്വർഗത്തിലെ ദൈവം പറയുക, ഞാനാകുന്നവൻ ഞാനാണ്, നീ ധൈര്യപ്പെടേണ്ട. ഇന്ന് ഈ പ്രതിസന്ധിയുടെ മുകളിൽ കൂടെ നിന്റെ അരികിലേക്ക് ഞാൻ വന്നത്. ഹല്ലേലൂയ. ഇന്ന് ആമി നിനക്കെതിരായി വരുന്ന ആമി ഒരു പ്രതിസന്ധിയെ ഈ രാത്രിയിൽ ദൈവം മാറ്റുവാനാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. എത്ര പേർ ആമി പറഞ്ഞു ഏറ്റെടുക്കും? ധൈര്യപ്പെടുവീൻ. ആമേ, ഇന്ന് ആമേ അങ്ങ് കേൾക്കാത്ത ഒരു സദ്വർത്തമാനം ഈ രാത്രിയിൽ നിങ്ങളുടെ മേൽ മുഴങ്ങി കേൾക്കണം. ആമേ, ഞാനാകുന്നു, നിങ്ങൾ പേടിക്കണ്ട. ഈ ആമേ ഇന്ന് അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളുടെ മുകളിലും ഇന്ന് പകലിൽ ഒരു ആരാധനയോടെ ഏറ്റെടുത്തു. ആ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ നാളുകളിൽ അത് ദൈവം മാറ്റുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേ, ചില ദിവസങ്ങൾ കൊണ്ട് അതിന് വ്യക്തമായ ചില മാറ്റങ്ങളുടെ മേൽ ദൈവം തമ്പുരാൻ അതിനെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേര് ആത്മാവിനകത്ത് തിരിച്ചറിയുന്നുണ്ട് ഈ വർഷം ദൈവ മക്കൾക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. ഹല്ലേലൂയ. ഈ വർഷം ദൈവം തൻ്റെ തലമുറകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവ മക്കൾക്ക് വേണ്ടി വ്യത്യസ്തമായ നിലയിൽ, ഹല്ലേലൂയ, ദൈവ ചില പ്രവർത്തികൾ ചെയ്യാൻ പോകുന്നതിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമീൻ. ദൈവസന്നിധിയിലെ വിശ്വസ്തന്മാരെ തേടിയിറങ്ങി ദൈവം തമ്പുരാൻ ആമീൻ ചില വിശ്വസ്തതയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം. ആമേ, ഇന്ന് പകൽക്കാലം വർത്തണം എല്ലാ വിശ്വാസികളാണെന്ന് പറയുന്നവർക്ക് വേണ്ടിയല്ല ദൈവം പറയാൻ പോകുന്നത്. ദൈവ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം ദൈവം തമ്മിൽ ചില അത്ഭുതങ്ങൾ ചെയ്യും. കാരണം എന്തുകൊണ്ടെന്ന് പറയാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ കാരണം 2020 ദൈവം ഒരു ദൂതിനകത്ത് ഇങ്ങനെ പറഞ്ഞു. ആമി, കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ആമി ദൈവത്തിൻ്റെ വീശുമുറവ് ഇറങ്ങാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വീശുമുറവ് ഇറങ്ങാൻ പോവുകയാണ്. നെല്ലിനെയും പതിരിനെയും 2025 അവസാനിക്കുന്നതിന് മുമ്പ് നെല്ലിനെയും പതിരിനെയും ദൈവം തമ്പുരാൻ വേർതിരിക്കുമെന്ന് പറഞ്ഞു. ഏകദേശം നമ്മൾ കണക്ക് കൂട്ടിയ 2020 മുതൽ ഇങ്ങോട്ട് വന്ന് 2024 വരുമ്പോൾ നെല്ലും പതിരിനെയും തമ്പുരാൻ തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ 2025 കൊണ്ട് ചിലതിനെ തമ്പുരാൻ തീക്കകത്ത് കളഞ്ഞിരിക്കും. കാരണം ഇതിൻ്റെ കാലഘട്ടത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എന്നാൽ അതിനകത്തറിയുക, വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കുന്ന നീയോ നിന്റെ കുടുംബമോ കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീയോ നിന്റെ തലമുറയോ കണ്ണുനീരൊഴുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ അവയെ ചിന്തിക്കാത്തതുപോലെ ദൈവം ചില വാതിലുകളെ ഈ നാളുകളിൽ തുറക്കപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവസഭയോട് ദൈവാത്മാവ് ഞാൻ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവം ചില ചിന്തിക്കാത്ത വാതിലുകൾ ദൈവ തലമുറയ്ക്കകത്തും, ഹല്ലേലൂയ, ദൈവസഭയ്ക്കകത്തും വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ആമേ, ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ദൈവാത്മാവ് ഞാൻ പ്രവചിച്ചു പറയാം. ഇതിനകത്തെ പലരും പുറത്തിറങ്ങുമ്പോൾ അവരുടെ കൈകളിൽ അത്ഭുതകരമായ അടയാളം തരത്തക്ക രീതിയിൽ ദൈവം ചില പദ്ധതികളും ദൈവസഭയ്ക്കകത്ത് വരുന്നുണ്ട്. ഇന്നലെ കണ്ടതുപോലല്ല ഇതിന്മേൽ മഞ്ഞായി മഴയായി ദൈവാത്മാവിന്റെ തീയായി ഇതിനകത്ത് ഇറങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞു, വലിയ കൂട്ടത്തിനകത്ത് ഇറങ്ങിയെന്നല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. 12 പേര് ഈ പടകിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ അരികിലേക്ക് ഇറങ്ങിയ പോലെ ഈ ചെറിയ കൂട്ടമെങ്കിലും അതിനട് ആമി മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷകളെ ദൈവം തമ്പുരാൻ മാറ്റുവാൻ പോകുന്നു. ജീവിതങ്ങളെ ദൈവം തമ്പുരാൻ മാറ്റുവാൻ പോകുന്നു. അത്ഭുതകരമായ ചില ദൈവപ്രവർത്തികൾ ഈ 2025 സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമീ. ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മുകളിൽ യേശു പറയുന്നു, ഭയപ്പെടണ്ട.
എത്ര പേര് നാമ്യം പറയുന്നുണ്ട്? ഭയപ്പെട്ടിരിക്കുന്ന തലമുറയുടെ വിഷയങ്ങളാകാം, സാമ്പത്തിക വിഷയങ്ങളാകാം, ജപ്തിയുടെ വിഷയങ്ങളാകാം, ചില നിന്ദയുടെ അവസ്ഥയാകാം. എവിടെ നിന്നുകൊണ്ട് യേശു പറയുന്നു, ഭയപ്പെടണ്ട, ഹല്ലേലൂയ, ഞാനാകുന്നു. ഇന്ന് ഈ രാത്രി നിങ്ങൾ പറഞ്ഞു, ചില രാത്രി ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് ചില ഭവനങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. രാത്രി ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് ചില ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ പോകുക യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറയുന്നു, ധൈര്യപ്പെടുവീൻ. യേശു പറയുക, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നാളുകളായില്ലേ നടപ്പ് തുടങ്ങിയിട്ട്, നാളുകളായില്ലേ നിന്നെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, നാളുകളായില്ലേ പരിഹാസമേക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ എത്ര നാളായി കൊച്ച ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, അനുഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, നിനക്ക് ഏതാണ്ട് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടല്ലോ നീ ഇറങ്ങിയത്. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നീ ഇറങ്ങിപ്പോയിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് അബ്രഹാമിനെ വിളിച്ചിട്ടൊരു ചോദ്യം. അബ്രഹാമേ, ഹല്ലേലൂയ, നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് ഒന്നും കിട്ടിയില്ലല്ലോ, പ്രായം കേറിപ്പോയതല്ലോ, വരട്ടെ. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയും, ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ സമയമാണ്. ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയും, ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ സമയമാണ്, വാഗ്ദത്തത്തിന്റെ സമയമാണ്. അത് ഈ രാത്രി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വാഗ്ദത്തം നിന്റെ തൊട്ടരികിലേക്ക് വരാൻ പോകുക. യേശു ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് തിരിച്ചറിഞ്ഞോ, യേശു പറയുന്നു നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം, ഈ ബൈബിൾ പ്രകാരത്തിനകത്ത് തിരിഞ്ഞു നോക്കണം. ബൈബിളിനകത്ത് പറയുന്നുണ്ട്, ഈ 12 പേരെടുത്ത് യേശു ചെന്നതിന്റെ കാരണം എന്തറിയോ? അവരുടെ മേൽ ദൈവം നമ്പരം വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്. ഇന്ന് വാഗ്ദത്തം ലഭിച്ചവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പരീശന്മാർക്ക് കിട്ടാതെ, കുറ്റം പറയുന്നവന് കിട്ടാതെ, നിന്ദിക്കുന്നവന് കിട്ടാതെ, പരിഹസിക്കുന്നവന് കിട്ടാതെ, ക്ഷമയോടെ ഇരുന്നവനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ക്ഷമയോടെ വാഗ്ദത്തം പ്രാപിക്കാൻ ഇരുന്നവർ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഈ രാത്രിയിലോ നിങ്ങൾ നിറഞ്ഞേ. ഹല്ലേലൂയ. എത്ര വലുതായിരുന്നു അവിടെ ചെയ്തു വെച്ചിരുന്ന ഒരു ദൈവത്തിന്റെ കാര്യം. യേശു പറഞ്ഞു, ഈ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പറയുക, ലൂക്കോസിനകത്ത് എടുക്കണ്ട, ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പറയുക, നിങ്ങൾ മനുഷ്യനെ പിടിക്കുന്നവരാകും. വാഗ്ദത്തം വരുന്ന വഴി നിങ്ങൾ നോക്കണം, നിങ്ങൾ മനുഷ്യനെ പിടിക്കുന്നവരാകും. ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ അറിഞ്ഞു, നിങ്ങളുടെ മേൽ ദൈവം വ്യക്തമായ ചില വാഗ്ദത്തങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ 2025 റിലീസ് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. 2025 ഈ വാഗ്ദത്തം ദൈവം റിലീസ് ചെയ്യാൻ പോകുക. അതുകൊണ്ടാണ് ഞാൻ ഈ വചനത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കൊണ്ടുവരുന്നതിന്റെ കാരണം. യേശു പടകിനരികിൽ ചെന്നപ്പോൾ നിങ്ങളുടെ അകത്ത് ചിന്തിച്ചോണം, എന്തുകൊണ്ടാണ് ഈ പടകിനരികിൽ? അവരെ പടകിനകത്തിരിക്കുന്ന അവരങ്ങ് തകർന്നു പോയി. എന്നായിരുന്നു കുഴപ്പം? പറ്റത്തില്ല കൊച്ചെ, നിന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്. അബ്രഹാമേ, നീ വൃദ്ധനായാലും മരിച്ചു പോകാൻ പറ്റില്ല. സാറായെ, നീ വൃദ്ധനായാലും മരിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം നിന്റെ മേൽ ഞാനൊരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ചു, ഈ വാഗ്ദത്തം 2025 നിന്റെ ഭവനത്തിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും അത് ലഭിക്കപ്പെടാൻ പോകുക. 2025 ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞോണം, 2025 2025 ദൈവം ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഒരു പായ്ക്കകത്ത് ഞാൻ ഉച്ചയുടെ സമയത്ത് കയറി കർത്താവിനോട് പ്രാർത്ഥിക്കാനിരിക്കും. പറഞ്ഞു, കർത്താവെ എന്ന് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം 2025 ഈ ജനത്തോട് പറയുവാനുള്ള ദൂതന്റെ നാവിന്മേൽ തരണമേ എന്ന് പറയുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ അരികിലേക്ക് വരാൻ പോകുക. ഭയപ്പെടേണ്ട, നീ ഹല്ലേലൂയ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട. 3 പ്രാവശ്യത്തോളം ഞാൻ ഈ ശബ്ദം തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ പിന്നെ കർത്താവിനോട് ചോദിച്ചു, ഇതുകൊണ്ട് എന്ത് കാര്യം? ഈ മെസ്സേജ് ഞാൻ ഒരുപാട് എടുത്തു പോയതാ. അപ്പൊ കർത്താവ് പറഞ്ഞു, അങ്ങനല്ല കാര്യം. വാഗ്ദത്തമുള്ളവനെ തകർത്ത് കളയുവാൻ പിശാച് ശ്രമിച്ചാൽ ഞാൻ അവനെ വിടുവിക്കുന്നവനാണെന്ന്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെയും നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കാതെ നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര കാലങ്ങൾ കഴിഞ്ഞു പോയാലും വാഗ്ദത്തം നിന്റെ മേൽ റിലീസ് ചെയ്യും. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ ആമീൻ ഈ ഹോളിനകത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ ഞാൻ പറയാ, മരണക്കിടക്കകത്ത് കിടക്കേണ്ടി വന്നാൽ നിന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയുടെ യാമത്ത് നിന്റെ അരികിൽ വന്ന് നിന്നെ സൗഖ്യമാക്കുന്ന ഒരു
ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അറിഞ്ഞോ, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിനകത്തൊരു നല്ല ജോലി കിട്ടിയിട്ടില്ലായിരിക്കാം, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിനകത്തൊരു നല്ല ഭവന സ്വപ്നം കണ്ടിട്ടില്ലായിരിക്കാം, ഇന്നലെ വരെ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെട്ടിട്ടില്ലായിരിക്കാം. ഇന്ന് മകൾ എഴുതി വെച്ചു, നിന്റെ ശുശ്രൂഷയും മാറും, നിന്റെ അവസ്ഥകളും മാറും, നിന്റെ നിന്നയും മാറും. നിന്ദിച്ചവരുടെ മുന്നിൽ നീ ഒരു അടയാളമായി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനായി, ശക്തിയോടെ ഈ ഹോളിനകത്ത് ഇടപെടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഒരു കൊടിയ കാറ്റിന്റെ വർഷമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ നോക്കിക്കൂ. അപ്പോസ്തല പ്രവൃത്തി വന്നു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരുന്നോണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. ഈ 12 വിളിച്ചിരുത്തിയിട്ട് പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷികളാവും എന്ന് വാഗ്ദത്തം കൊടുക്കുക. സഖിയോമാളിയ മുറി ഒരുക്കപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 2 ഒരുക്കപ്പെടുന്നു. അവിടെ കൊടിയ കാറ്റടിക്കുന്നു, ആത്മാ അവരുടെ മേൽ ഇറങ്ങുന്നു. വാഗ്ദത്തമുള്ളവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. ആ വാഗ്ദത്തമുള്ളവനെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കും. വാഗ്ദത്തമുള്ളവന്റെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കും. വാഗ്ദത്തമുള്ളവൻ ശമരിയ പട്ടണത്തിൽ പ്രസംഗിക്കും. വാഗ്ദത്തമുള്ളവൻ ഈ രാത്രി നിങ്ങൾ ഏറ്റെട്, ഈ രാത്രി നിങ്ങൾ ഏറ്റെട്. ഈ 2025 രാജ്യങ്ങളെ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും. ഹല്ലേലൂയ. റബ്ബസതൽ കോനി അംദല. ഹല്ലേലൂയ. കൾട്ടുകൾ അവിടെ നിൽക്കട്ടെ. ആത്മാവുള്ളവൻ ചലിക്കുന്ന വർഷമാ. കൾട്ടുകൾ അവിടെ നിൽക്കട്ടെ. കുറ്റം പറഞ്ഞവൻ അവിടെ നിൽക്കട്ടെ. നിന്ദിച്ചവൻ അവിടെ നിൽക്കട്ടെ. അതിന്റെ മുന്നിൽ 2025 നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന വർഷമാ. യേശുവിന്റെ നാമത്തിൽ നിന്ദകളെ ദൈവം തമ്പുരാൻ മാറ്റുന്ന വർഷമാണ്. പരിഹാസങ്ങൾ മാറാൻ പോകുക, വഴികൾ ദൈവം തുറക്കാൻ പോകുക. ആത്മാവിനെ പ്രവചിച്ചു പറയാ, 2025 ഉയർച്ചയുടെ പടവുകളെ ദൈവസഭയ്ക്ക് കൈമാറും. ഈ സഭ കാഴ്ചക്കാരന്റെ സഭയല്ല, ഈ സഭ ആത്മാവിന്റെ സഭയാ. ഹല്ലേലൂയ. ഉയർത്തുവാനുള്ള ഒരു സമ്പത്തേ ഉള്ളൂ, ഉയർത്തുന്ന ഒരു സമ്പത്തേ ഉള്ളൂ. ഈ ഭൂമിയിലെ സമ്പത്തിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ സമ്പത്ത് സ്വർഗത്തിലിരിക്കുന്ന നസറനാം യേശുവ ഞങ്ങളുടെ സമ്പത്ത്. ഹല്ലേലൂയ. ഒടുങ്ങിപ്പോകുന്നതിനെയല്ല, ഒടുങ്ങാതെ നിലനിൽക്കുന്ന ഒരു യേശുവിനെ അത്രയേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുക, അനന്തരം യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. ദൈവം അരുളി ചെയ്തത് റിലീസ് ചെയ്യും. ആമേൻ. ദൈവം വാഗ്ദത്തം ചെയ്തത് 2025 ലഭിക്കപ്പെട്ടിരിക്കും. ദൈവം നിന്നോട് നിന്റെ തലമുറയോട് ചെയ്ത ഉടമ്പടി ദൈവം ചെയ്യാൻ പോവുകയാ. ഹല്ലേലൂയ. നാട്ടുകാർ ചോദിച്ചിട്ട് ഇറങ്ങിയിട്ട് എന്നാ കിട്ടി? നാട്ടുകാർ ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നേ? നാട്ടുകാർ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. കൂടെ നിന്ന് സഹോദരന്മാരും കുത്തുകിട്ടിയിട്ടില്ലേ? ഇന്ന് പകൽക്കാലം അയ്യോ ഇവിടെ ഇരിക്കേണ്ട, അങ്ങോട്ട് പോ, അവിടെ അനുഗ്രഹം വരട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി 2025 നിന്റെ കുടുംബത്തിനകത്ത് വരാൻ പോകുമെന്ന് വിശ്വസിച്ചോ? 2025 ഹല്ലേലൂയ, 2025 ദൈവം അത് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ആമേ. ചിന്തിക്കാതിരുന്ന ഒരു ദിവസം സാറായെ ദൈവം സന്ദർശിച്ചിട്ട് പറയാ, താൻ വാഗ്ദത്തം ചെയ്തരുത്. യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ഇന്ന് രാത്രി ഈ രാത്രിയിൽ എടുത്തോ, നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ആമേ. ഈ രാത്രി ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക. അതുകൊണ്ട് പടകിൽ ഇരുന്നവൻ തകർന്നു പോകാൻ സ്വർഗം അനുവദിക്കാഞ്ഞത്. ഇന്ന് രാത്രി നിങ്ങൾ അറിഞ്ഞു, പ്രതികൂലങ്ങളും രോഗങ്ങളും നിന്റെ ഭവനത്തിനകത്ത് കയറി ഇറങ്ങിയിട്ടും, കടഭാരങ്ങളും നിന്ദകളും നിന്റെ ജീവിതത്തിൽ കയറി ഇറങ്ങിയിട്ടും നിന്നെ തകർക്കാൻ നിർത്തിയതിന്റെ കാരണം ദൈവം നിന്റെ മേലിട്ട വാഗ്ദത്തത്തെ അത് 2025 റിലീസ് ചെയ്ത് തരുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. തകരാമായിരുന്നു. പക്ഷെ തകരാമായിരുന്നു. ആമേ. പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. നിന്ദ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയത്തില്ല. പക്ഷെ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടായിരുന്നു. വാഗ്ദത്തത്താൽ പിടിക്കപ്പെട്ടവനെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, സാറയെ ആമേ താൻ അരുളി ചെയ്ത പോലെ യഹോവയെ ദൈവം പറയുക, ഞാൻ അരുളിച്ച്. അപ്പോൾ വാഗ്ദത്തം മുഴുവൻ അരുളി ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ അകത്തറിയണം, വാഗ്ദത്തം മുഴുവൻ ഇടുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം പറയുക, സന്ദർശിച്ചു, താൻ വാഗ്ദത്തം ചെയ്ത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു.
ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമീൻ. നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, ദൈവം നമുക്ക് നിവർത്തിച്ചു തരാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ഈ പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില മണ്ഡലങ്ങൾക്കകത്ത് ദൈവം ശക്തിയോടെ ഉപയോഗിക്കപ്പെടാൻ പോവുക. ഹല്ലേലൂയ. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. എന്നാൽ ഇതിനൊരു മറുതലം കിടപ്പുണ്ട്. ആമീൻ. അത് മറുവശം എന്ന് പറഞ്ഞത് ആമീൻ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. ഇത് നമ്മളോട് ദൈവത്തിൻ്റെ വാഗ്ദത്തമെങ്കിൽ പുറത്തേക്കുള്ള പുറത്തേക്കുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇടപെടലുണ്ട്. ഹല്ലേലൂയ. 2025 കുറിച്ച് ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആര് നിങ്ങളെ ഈ 2025 അറിഞ്ഞോണം, ആര് നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ എന്ത് ചെയ്തോണം? നിങ്ങളെ സൂക്ഷിച്ചോണം. ഞാനിവിടെ എത്ര പ്രസംഗിച്ചാലും 2025 ഒരു വ്യവസ്ഥയാണ് ഞാനീ പറയുന്നത്. നിങ്ങളെ തെറ്റിക്കുവാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ചു കളയുവാൻ ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ മുഴുവൻ ഈ ഭൂമിക്കകത്തുണ്ട്. എന്നിട്ട് 5-ാമത്തെ വാക്യം പറയുക. ഇപ്പൊ ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈ ഭൂമിയിൽ ഇറങ്ങിക്കഴിഞ്ഞു, സംഭവിച്ചുകൊണ്ടിരിക്കുക. അനേകർ വന്നു, ഒരാളല്ല അനേകർ പേർ വന്ന് യേശുവിൻ്റെ പേരെടുത്ത് പലരെയും തെറ്റിച്ചു കളഞ്ഞു. അതൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. പലരെയും നിത്യതയിലേക്ക് പോകുവാൻ ഒരുക്കപ്പെട്ടിറങ്ങിയവർ, കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങിയവർ, അവർ കണ്ടത് യേശുവിനെയും കർത്താവിൻ്റെ വരവിനെ കണ്ടിറങ്ങിയവരാ. മറ്റെല്ലാം ചപ്പന്നും ചവറന്ന് വെണ്ണിയവരാ. പക്ഷെ ഇതെല്ലാം വിട്ടിട്ട് അവരെ എന്ത് ചെയ്ത് കളഞ്ഞു? അവരെല്ലാം തെറ്റിച്ച് കളഞ്ഞു. ഇവരെ പറയുന്നു, അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. 2025 പ്രത്യേകത 2020 മുതൽ 2025 വരെ നടക്കുന്നൊരു കാര്യങ്ങൾ. എന്നിട്ട് 6-ാമത്തെ കാര്യം പറയുന്നു. 2025 നടക്കാൻ പോകുന്നു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കേൾക്കാൻ തുടങ്ങും. ഇസ്രായേലും ഇറാനും തമ്മിൽ വാറുണ്ട്. യുദ്ധത്തിൻ്റെ ആരംഭം 2025 കുറിക്കും. 1. 2. ഇന്ത്യക്കകത്തൊരു വലിയ ഭൂചലനം സംഭവിക്കാൻ പോവുക. ഇന്ത്യക്കകത്ത് വലിയൊരു ഭൂചലനം ഇന്ത്യക്കകത്ത് സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നാൽ പല രാജ്യങ്ങളുടെയും മുഗൾ സ്ഥാനത്ത്, പല രാജ്യങ്ങളുടെയും മുഗൾ സ്ഥാനത്ത് ഇന്ത്യയുടെ പേര് കയറി വരാൻ തുടങ്ങും. 3-ാമത്തെ മണ്ഡലത്തിൽ പറയുന്നു, അനേക രാജ്യങ്ങൾ ഇന്ത്യയുമായി ബന്ധത്തിലേക്ക് വരുന്ന വർഷമാണ് 2025. ഒരുപാട് കമ്പനികൾ, ഒരുപാട് മേഖലകളെല്ലാം തുറക്കപ്പെടുന്ന ഒരു വർഷമാണ് ഇന്ത്യക്കകത്ത്. എന്നാൽ ഭരണം വളരെ ശോചനീയമായിട്ട് മാറും 2025 പ്രത്യേകത. പിന്നെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, മെഡിക്കൽ മേഖലകളിലെല്ലാം ചില അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങും. എന്നാൽ ചില സമുദായങ്ങൾക്കെതിരായി ചില സമുദായങ്ങൾക്ക് എതിരായി, ക്രിസ്തീയ മേഖലകൾക്കുള്ള ചില സമുദായങ്ങൾക്കുള്ള എതിരായി വരുന്ന ചില നിയമങ്ങൾ പാസ്സാക്കാൻ എത്ര ശ്രമിച്ചാലും നടക്കാത്ത തലത്തിൽ അതിന്മേൽ ദൈവികമായ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ തുടങ്ങുക. 2025 വീണ്ടും പ്രത്യേകതകൾ വരുന്നത്, അനേക ഭവനങ്ങളിൽ വടക്കേന്ത്യ പോലെ നിൽക്കുന്ന അനേക സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾ തുടങ്ങുകയും അവിടെയെല്ലാം വലിയ ദൈവപ്രവൃത്തി, ആർക്കും നിഷേധിക്കാൻ മേലാത്ത അടയാളങ്ങൾ വരാൻ പോകുന്ന വർഷമാണ് 2025. അല്ലെങ്കിൽ കാരണം 2024 പരിശുദ്ധാത്മാ പ്രവൃത്തി ഇന്ത്യയുടെ മേൽ വീണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ 2024 ഇന്ത്യ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് 2025 പ്രത്യേകത, അനേക സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾ തുടങ്ങുകയും ആരാധനകൾ, വടക്കേന്ത്യ മേഖലകളിൽ ആരാധന തുടങ്ങുകയും ഒരുത്തർക്ക് നിഷേധിക്കാൻ മേലാത്ത, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ആർക്കും നിഷേധിക്കാൻ മേലാത്ത അടയാളങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ത്യക്കകത്തത് സംഭവിക്കാൻ പോകുക. ആർക്കും എതിർക്കാൻ മേലാത്ത പോലെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവഭൃത്യന്മാരെ എഴുന്നേൽപ്പിക്കുന്ന വർഷമാണ് 2025.
ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ദേശത്തിന്മേൽ വെളിപ്പെടുന്ന വർഷമാണ് 2025. എന്നാൽ കേരളത്തിന് ഒരു വ്യത്യാസമുണ്ട്. കേരളത്തിലെ ചില മേഖലകളിൽ നിന്ന്, ചില വിശ്വാസങ്ങളിൽ നിന്ന്, ചില ഇടയന്മാരിൽ നിന്ന് ജനം മാറിപ്പോകുന്ന ഒരു വർഷമാണ് 2025. അവർ സത്യത്തെ തിരിച്ചറിയുന്ന ഒരു മേഖലയിലേക്ക് അവർ മാറ്റപ്പെടുവാൻ തുടങ്ങുന്ന വർഷമാണ് 2025. അതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. 2020 ദൈവം തമ്പുരാൻ വീശുമുറം കേരളത്തിന്റെ മേൽ ദൈവം അയച്ചിരുന്നു. നെല്ലും പതിരും തിരിയാൻ തുടങ്ങുന്നു. 2025 അത് ദൈവത്താൽ സംഭവിക്കാൻ പോകുക. അടുത്ത മണ്ഡലങ്ങളിലേക്ക് പറഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ സമുദ്രത്തിന്റെ ശക്തിയും കാറ്റിന്റെ ശക്തിയും കൂടുന്ന വർഷമാണ് 2025. അനേക കാറ്റിന്റെ നാശനഷ്ടങ്ങൾ ദേശത്തിന്മേൽ പടരത്തക്ക രീതിയിൽ അത് ഇന്ത്യക്കകത്തും ഉണ്ടാകും. അതുപോലെ സംഭവിക്കുന്ന ഒരു വർഷമാണ് 2025. ഇന്ന് അറിയണം, 2025 മുതൽ 2026 അവസാനത്തിനുള്ളിൽ ബോംബെയിലെ പല കെട്ടിടങ്ങളും വെള്ളത്തിനകത്ത് താഴ്ന്നു പോകുന്ന ഒരു വർഷമായി 2025-26 മാറ്റപ്പെടും. ഇന്ന് ഈ രാത്രിയിൽ അറിയണം, ദൈവ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ വ്യക്തമായ ചില കരുതലുകൾ ഉള്ള വർഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2025 രണ്ട് മണ്ഡലങ്ങൾ ഒരുപോലെ സംഭവിക്കാൻ പോവുക. ഒന്ന് നാശത്തിലേക്ക് മാറുന്നെങ്കിൽ ഒരു പറ്റം അനുഗ്രഹത്തിലേക്ക് വരിക. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് മേൽ അവന്റെ ശക്തിയെ വെളിപ്പെടുത്താൻ പോകുന്ന തലത്തിലേക്ക് വരും. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനും യേശു കർത്താവിനും എതിരായി വരുന്ന ചില നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓർത്തോണം, എതിരായി നിൽക്കുന്ന ചില പടവ് വൃക്ഷങ്ങൾ വരുന്ന ഡിസംബറിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് ദൈവം തമ്പുരാൻ മാറ്റിക്കളയും. എതിരായി കാറ്റടിക്കാൻ നിൽക്കുന്ന ചില പടവ് വൃക്ഷങ്ങളെ സ്വർഗത്തിലെ ദൈവം മാറ്റുന്നതാണ് 2025 പ്രത്യേകത. ആര് ചിന്തിക്കാൻ നിൽക്കുന്ന സമയം ചില വൃക്ഷങ്ങളെ ദൈവം തമ്പുരാൻ വേരോടെ ഉണക്കിക്കളയുന്ന ഒരു വർഷമാണ് 2025. ഇന്ന് ഈ രാത്രിയിൽ അകത്തറിയണം, ആത്മാവ് ശക്തിയോടെ മഹത്വത്തോടെ അവൻ ഇടപെടുന്ന ഒരു വർഷമാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഒന്ന്, നിങ്ങളുടെ അകത്തെ പ്രാർത്ഥനയ്ക്കകത്തിരിക്കണം. ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന ഭൂചലനങ്ങൾ ഇന്ന് വേണമെങ്കിൽ സംഭവിക്കാം, നാളെ വേണമെങ്കിൽ, ഏതു സമയവും അതിൻ്റെ മുഴക്കത്തിനകത്ത് നിൽക്കുന്നതാണ്. അത് ഏതു സമയവും സംഭവിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച പോലെ വളരെ ഭീകരമായ ഒരു ഭൂചലനമാണ് ഇന്ത്യക്കകത്ത് വരാൻ പോകുന്ന ഭൂചലനം. അത് സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ സംഭവിക്കേണ്ടത് തന്നെയാണ്, പക്ഷെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായി മാറണം. മൂന്ന്, അടുത്ത മണ്ഡലത്തിൽ പറയുന്നു, രാജ്യങ്ങൾ മുഴുവൻ ഈവിൾ സ്പിരിറ്റിന്റെ ശക്തി വെളിപ്പെടുവാൻ തുടങ്ങും. പൈശാചിക ശക്തികൾ കൊണ്ട് ചില നിയമം, ചില രാജ്യങ്ങളുടെ നിയന്ത്രണം പോലും ആ മണ്ഡലത്തിലേക്ക് മാറുന്ന വർഷമാണ് 2025. ഇന്ന് ഈ രാത്രിയുടെ യാമത്തിനകത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായി അറിയണം, ഹല്ലേലൂയ, വാഗ്ദത്തമുള്ളവന്റെ കരുതലിന്റെ വർഷമാണ് 2025. ഹല്ലേലൂയ. വാഗ്ദത്തം വീണവനെ ഹല്ലേലൂയ ആർക്കും തകർക്കാൻ മേലാത്ത പോലെ പരിശുദ്ധാത്മാവ് ചില വ്യക്തമായ ചില ഇടപെടലുകൾ ഉണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ. കൊടിയ ചൂടുകൾ വരുമ്പോഴും, കൊടിയ ചൂടിന്റെ കാലാവസ്ഥകൾ മുഴുവൻ വ്യതിയാനമാണ്. ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ അറിയണം, ഈ രാത്രിയിൽ ആത്മാവിനോട് പറഞ്ഞൊരു വാക്കിനകത്തോട് ഞാൻ പറഞ്ഞുകൊണ്ട് വരിക, ഇന്ന് മുതൽ 100 ദിവസക്കാലം, ഇന്ന് മുതൽ 100 ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന വാഗ്ദത്തം നിങ്ങളുടെ മേൽ റിലീസ് ചെയ്യാൻ വേണ്ടി ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. നിങ്ങൾ ഏത് വിഷയം എന്നുള്ളതല്ല, നിങ്ങളുടെ മേലോ നിങ്ങളുടെ തലമുറയുടെ മേലോ ഇട്ടിരിക്കുന്ന വാഗ്ദത്തത്തെ സ്വർഗത്തിലെ ദൈവത്തെ ഓർപ്പിച്ച് പ്രാർത്ഥിച്ചോണം. 100 എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിയുക. 100 എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അന്ന് ദൈവം അതിന്മേൽ പ്രവർത്തിച്ചു തുടങ്ങും. ആ റിലീസിങ്ങിന്റെ സമയത്ത് നിങ്ങൾ അറിഞ്ഞോ, ദേശത്തിന്മേൽ അന്ന് മുതൽ ഈ പറഞ്ഞ പ്രവചനങ്ങൾ ഒന്നൊന്നായി സംഭവിക്കാൻ തുടങ്ങും. ദൈവ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ ഈ 2025 ഉണ്ട്. അതുപോലെ തന്നെ ദേശത്തിന്മേൽ വലിയൊരു
നാശവും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിയിൽ അകത്തറിഞ്ഞോണം, ആമേൻ, ഉയർത്തപ്പെടുന്ന ഒരുവന്റെ നാമമായിരിക്കണം. അത് യേശു കർത്താവിന്റെ നാമമാ. അത് പൊന്നിനേക്കാളും വെള്ളിയേക്കാൾ മേൽത്തരമാണ്. ഹല്ലേലൂയ. ഒരു സമ്പത്തിന് വേണ്ടിയല്ല ഹല്ലേലൂയ കർത്താവിനെ പ്രസംഗിക്കുന്നത്. സമ്പത്തിനേക്കാൾ വലുത് യേശുവെന്ന സമ്പത്ത് ലഭിക്കപ്പെട്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ. യേശുവെന്ന സമ്പത്തിനെ ഉള്ളത്തിൽ കിട്ടിയത് കൊണ്ടാണ് ഈ രാത്രിയുടെ യാമത്തിൽ ഉയർത്തി പറയുന്നത് യേശു തന്നെയാണ് ഞങ്ങളുടെ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിളിച്ചു പറയും, ഈ സഭാ ഹാളിനകത്ത് നിന്ന് നമുക്ക് ഒരുമിച്ച് വിളിച്ചു പറയാൻ പറയണം, ഞങ്ങളുടേത് ഹല്ലേലൂയ യേശു ഞങ്ങളുടെ കർത്താവാണ്. ഹല്ലേലൂയ. യേശുവാണ് ഞങ്ങളുടെ കർത്താവ്. അതിനേക്കാൾ വലിയൊരു സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ട, അതിനേക്കാൾ വലുത് ഒന്നും വേണ്ട. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇത് ചപ്പെന്നും ചവറെന്നും ഞങ്ങൾ എണ്ണി, ഞങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നവരാ, അവർ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവരാ. ഈ ലോകത്തുള്ള ഒന്നിനേക്കാളും വലുത് ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഞങ്ങളുടെ കർത്താവാ. എത്ര പേര് വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് രാത്രി നിങ്ങൾ അറിയണം, ഒന്ന് ഞാൻ പറഞ്ഞു, വാഗ്ദത്തമുള്ളവനെ ആമി ഉടഞ്ഞു പോകാൻ അനുവദിക്കാത്ത വർഷമാ ആമി 2025. വാഗ്ദത്തമിട്ടവനെ ഹല്ലേലൂയ, വാഗ്ദത്തമിട്ടവനെ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം കരുതി ഉയർത്തുന്ന വർഷമാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ 100 ദിവസങ്ങളിൽ നിങ്ങളെ ആമി പ്രാർത്ഥനകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഈ 100 ദിവസത്തിനുള്ളിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് കണ്ടിരിക്കും. വ്യക്തതയോടുകൂടെ ആമേ കർത്താവ് പറഞ്ഞതാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ കരം എന്നോട് ഇങ്ങനെ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, യേശുവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദിവസങ്ങൾ. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നതിന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. താങ്ക് യു ജീസസ്. ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താഴ്ന്നിരിക്കുന്ന വൃക്ഷത്തെ ഉയർത്തും. ഈ വർഷത്തെ നിങ്ങളെ അകത്തെഴുതി വെക്കേണ്ട വാക്യമാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത്. ഒന്ന്, യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താഴ്ന്നിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായ വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് സകല വൃക്ഷങ്ങളും അറിയും. ബൈബിളിൻ്റെ പ്രകാരത്തിനകത്ത് നിങ്ങൾ ചെയ്യണം, യോസേപ്പിനെ ഫലപ്രദമായൊരു വൃക്ഷത്തോട് ഉപമിക്കുന്നു. അമീൻ. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ വരുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായി വൃക്ഷം പോലിരിക്കണം. അപ്പം മനുഷ്യനെ എന്തിനോട് ബൈബിൾ ഉപമിക്കുന്നുണ്ട്? ആമീ, വൃക്ഷത്തോട് ഉപമിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അകത്ത് വ്യക്തതയോടുകൂടി വായിച്ചോണ്ട് ഇവിടെ 24-ാമത്തെ വാക്യം പറയുന്നു, യഹോവയായ ഞാൻ, ദൈവം പറയുക, ഇന്ന് ഈ രാത്രിയിൽ അറിഞ്ഞു, ചില ഉയർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങളെ തമ്പുരാൻ എന്ത് ചെയ്യാൻ പോവാ? താഴ്ത്താൻ പോവാ. ആമേ, ചിലതൊക്കെ താഴാൻ പോവാ. ഈ കാലഘട്ടത്തിനകത്ത് നിങ്ങൾ അറിയേണ്ട ചില വൃക്ഷങ്ങൾ താഴും. എന്നിട്ട് പറയുക, വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന ആരും അറിയാതിരുന്ന ചില വൃക്ഷങ്ങളുണ്ട്, അതിനെ ഉയർത്തുകയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പ്രവചന ശബ്ദം കേൾക്കണോ? 2024 നമ്മുടെ ഒരു പ്രവചന ശബ്ദമായിരുന്നു. മൂവാറ്റുപുഴയോട് ചേർന്നൊരു 18ഓളം ആളുകൾ കൂടുന്ന ഒരു ദൈവസഭ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനൊരു സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് കാണിച്ചു. ആ സഭയായിട്ട് നമ്മൾ കാണും. ആ സഭയിലുള്ള എന്നീ ദൈവദാസനെ കാണും. അല്ല, ഇന്ന് പറഞ്ഞൊരു പ്രവചനം ഉണ്ടായിരുന്നു 2024 യൂട്യൂബിനകത്ത് നമ്മുടെ കിടപ്പുണ്ട്. അപ്പം ഈ 2024 അവസാനിക്കുന്ന സമയം വരെയും ഞാൻ ഇങ്ങനൊരു പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കുറിച്ച് കേൾക്കാനായില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ദൈവദാസനും ഒരു കുടുംബം എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അവരുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് പോകാൻ തുടങ്ങി. സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ശുശ്രൂഷയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹോളി സ്പിരിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മൂവാറ്റുപുഴയിൽ ഇതുപോലെ ഒരു 18 പേര് കൂടുന്ന ഒരു കൊച്ചു കൂട്ടമുണ്ട്. അതിന്മേൽ ദൈവം ഒരാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പെട്ടെന്ന് ഇതായി. പുള്ളിക്കാരനോട് പറഞ്ഞു,
ഒന്നുകൂടെ പറഞ്ഞ ബ്രദറെ, ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ആത്മാവ് പറഞ്ഞേക്കുന്നത് കറക്റ്റ്. പുള്ളി പറഞ്ഞു ഇത് തന്നെയാണ്. ഞങ്ങൾ മൂവാറ്റുപുഴ ഒരു ചെറിയ ഒരു ഇതിനടിയിൽ 10-18 പേര് കൂടിക്കൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞതിനെ ദൈവം കാണിച്ചു തരുമെങ്കിൽ ഇന്ന് രാത്രിയിൽ എഴുതി വെച്ചു, ചില വലിയ വൃക്ഷങ്ങൾ താഴുമ്പോൾ ആരും അറിയാൻ കിടക്കുന്നതിനെ തമ്പുരാൻ പൊക്കാൻ പോവാ. നിന്റെ തലമുറ അറിയാതെ കിടപ്പുണ്ടെങ്കിൽ, നിന്റെ തലമുറ അറിയാതെ കിടപ്പുണ്ട്, ദേശത്ത് നിന്റെയും നിന്റെ ഭവനത്തെ അറിയാതെ കിടപ്പുണ്ട്, തമ്പുരാൻ പൊക്കാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ആമേ. ഉയർന്നിരിക്കുന്ന ചിലത് 2025 താളടിയാവും. അവ ഉയരപ്പെട്ട് നിൽക്കുന്ന ചിലതിനെ തമ്പുരാൻ 2025 താളടിയാക്കുക. താഴ്ന്നിരുന്ന ചില വൃക്ഷത്തെ ഉയർത്തുകയും, എന്നിട്ട് വായിച്ചു പച്ചയുള്ള, കണ്ടോ എല്ലാം എങ്ങനെ പച്ചയായ വൃക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നേ? നല്ല സമൃദ്ധി നിൽക്കുന്നേ. പിടികിട്ടിയോ നിങ്ങളുടെ അകത്ത്? നല്ല സമൃദ്ധി നിൽക്കുന്ന എല്ലാം ഉണ്ട്, എല്ലാം തികഞ്ഞു നിൽക്കുക. അമ്മി അനുഗ്രഹമൊക്കെ പറയാനുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, കാവലുണ്ട്, അമ്മി റിമോട്ടിൻ്റെ ഗേറ്റ് ഉണ്ട്, എല്ലാ സംവിധാനം വന്നു. പച്ചയായ വൃക്ഷം, ആ വൃക്ഷത്തെക്കുറിച്ച് ദൈവം പറയുക. പറഞ്ഞു വായിച്ചു. പച്ചയായ വൃക്ഷത്തെ തമ്പുരാൻ ഉണക്കും. നെല്ലിനെയും പതിരിനെയും തമ്പുരാൻ വിവേചിക്കുന്ന വർഷം. എന്നിട്ട് പറയുക വൃക്ഷത്തെ ഉണക്കി. കണ്ടോ, കുറേ വർഷങ്ങൾ നടന്നിട്ട് ഒരു ഫലവും കണ്ടില്ല. പിടികിട്ടുന്നു? ശുശ്രൂഷ ഇല്ലാഞ്ഞിട്ടല്ല, ശുശ്രൂഷയുണ്ട്. ആരാധിക്കാഞ്ഞിട്ടല്ല, പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ഉപവസിക്കാഞ്ഞിട്ടല്ല, ഒരു വഴി തുറന്നിട്ടില്ല. അമി ദിനം പ്രതി നീ ഉണങ്ങിക്കൊണ്ടിരിക്കുക. നീ സഭയോട് ആത്മാവിൻ്റെ ഒരു ദൂത് പറയുന്നത്, ദിനം പ്രതി നീ എന്തെല്ലാം ചെയ്തിട്ട് നീ ഉണങ്ങുക. ഹല്ലേലൂയ. നീ തന്നെ നിന്നോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്താ എനിക്ക് ഇങ്ങനെ വരുന്നേ? ഞങ്ങൾ രാത്രി മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മ അനേക ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നെടുമ്പാട് കടന്ന് വിലപിച്ചിട്ടുണ്ട്, രാത്രി ഉറങ്ങാത്ത രാത്രികളുണ്ട്. എന്നിട്ട് കർത്താവ് അമ്മി ഞാൻ എന്തേ കർത്താവ് ഇങ്ങനെ ഉണങ്ങിയ പോലെ അമ്മി നാമി വരണ്ട നിലത്ത് വീണ പോലെ ആയി പോകുന്നു. ആത്മാവിനകത്ത് പറയുക, 2025 ദൂത് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറയുക, ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കാൻ പോവുകയാണ്. ചില ഉണങ്ങിയെന്ന് പറഞ്ഞത് ചില ഭവനത്തിന്റെ തലമുറ നഷ്ടത്തിലേക്ക് പോയെന്ന്, ഫലത്തിലേക്ക് വന്നില്ലെങ്കിൽ ഈ രാത്രി നിങ്ങൾ എഴുതി വെച്ചോ. ചിലതിനെ തമ്പുരാൻ തഴപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. നിന്നെ കുറ്റം പറഞ്ഞവനും, നിന്നെ നിന്ദിച്ചവനും, നിന്നെ പരിഹസിച്ചവനും, നിനക്കെതിരായി ദേശത്ത് പറഞ്ഞവനും നിന്നെ കുറിച്ച് സ്തുതി പാടുന്ന ഒരു കാലം വരാൻ പോകുക. പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാ, അതിന്റെ വർഷമാണ്, അതിന്റെ വർഷമാണ് 2025. നിന്റെ കലണ്ടറിനകത്ത് എഴുതി വെച്ചോ ഈ വാക്യം. നിന്റെ ബുക്കിനകത്ത് എഴുതി വെച്ചോ ഈ വാക്യം. ഇത് നീ ഉണങ്ങിയതാണെങ്കിൽ തമ്പുരാൻ നിന്നെയും നിന്റെ തലമുറയും അനുഗ്രഹിച്ചുയർത്തുന്ന വർഷമാ. ഹല്ലേലൂയ. യഹോവയായ പ്രസ്താവിച്ച് അനുഷ്ഠിച്ചിരിക്കുന്ന പറഞ്ഞേ. ഞാൻ ഈ വചനം മുഴുവൻ കോട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും എന്നോട് ദൈവം പറഞ്ഞു. പക്ഷെ എനിക്ക് കണ്ടന്റായ ഒരു വാക്യം ദൈവം എന്നോട് തരുന്നില്ല. ആമേ. കർത്താവ് പറഞ്ഞു വാഗ്ദത്തം ചെയ്തവനെ സന്ദർശിക്കും. സാറായെ സന്ദർശിച്ചതിൻ്റെ കാരണം വാഗ്ദത്തം ചെയ്തുകൊണ്ടാണ്. അവിടെ പ്രായമല്ല അവിടെ വിഷയം എന്നെല്ലാം കർത്താവ് എന്നോട് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഞങ്ങൾ നമ്മെ എങ്ങനെ അപ്പ കണക്ട് ചെയ്യുന്നത്? ആമേ. മറ്റു കാര്യങ്ങളൊക്കെ മുന്നവേ പറഞ്ഞു, ഭൂചലനത്തെക്കുറിച്ച് നാളുകൾക്ക് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം സംഭവിച്ചു, ഇതെല്ലാം കേട്ടും കഴിഞ്ഞല്ലോ. കർത്താവിനോട് ചോദിച്ചു, ഇത് ഞങ്ങളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത് ചോദിച്ചപ്പോഴാണ് കർത്താവിനോട് പറഞ്ഞത്, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 24:17-24 നീ എഴുതി വെച്ചോ, യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തുന്ന വർഷമാണ്. ഹല്ലേലൂയ. ചിലതൊക്കെ ഉയർന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ചിലതൊക്കെ നെകളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എഴുതി വെച്ചോ, താഴാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ താത്തിരിക്കുക. ആമേ. താഴ്ന്നിരുന്ന ചിലതിനെ തമ്പുരാൻ ഉയർത്താൻ പോവുക. ഹല്ലേലൂയ. ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തോണം ഇന്ന് ഈ സഭ. ഹല്ലേലൂയ. ആമീൻ പറഞ്ഞു. കാരണം ഈ സാഹചര്യം നോക്കിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. സാഹചര്യം നിന്റെ വീടിനെതിരായിരിക്കാം, കഷ്ടത നിന്റെ വീടിനെ പിന്തുടരുന്നതായിരിക്കാം, നാം ഈ നിന്റെ വീടിനെ പിന്തുടരുന്ന, ഇതൊന്നും കർത്താവിന് വിഷയമല്ല. കർത്താവ് പറഞ്ഞു, നീ ഉണങ്ങിയതാണെങ്കിൽ നീ തളർക്കാൻ പോവുക. നീ ഉണങ്ങിയതാണെങ്കിൽ, എനിക്ക് വേണ്ടി നിന്നിട്ട് നീ ഉണങ്ങിയതാണെങ്കിൽ, എനിക്ക് വേണ്ടിയിട്ട് നീ നിന്ന് അനുഭവിച്ചതാണെങ്കിൽ, എനിക്ക് വേണ്ടി നിന്ന് കഷ്ടത അനുഭവിച്ചതാണെങ്കിൽ 2025 നിനക്ക് വേണ്ടി ദൈവം ചില വാതിലുകളെ തുറക്കാൻ പോവുക. റമ്മന ഹർഷുരി കദൽഖാന വൈഡവ ഏറ്റടി ദൈവസഭ മുഴുവനായിട്ട് റൂദവ രാഷബൽ റംസബോ
യേശുവിന്റെ നാമത്തിൽ നീ അനുഭവിക്കുന്ന നിന്ന ഈ രാത്രി പൊട്ടും. ആമേൻ. നീ അനുഭവിക്കുന്ന കഷ്ടത ഈ രാത്രി പൊട്ടിക്കും. യേശുവിന്റെ നാമത്തിൽ പുതിയൊരു അഭിഷേകത്തിന്റെ ശക്തി ഈ പകൽ. വാഗ്ദത്തത്തെ തിരിച്ചറി. എന്റെ മേലിട്ട വാഗ്ദത്തം ആമേ കർത്താവേ, അത് ഉണങ്ങിപ്പോയതാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിന്മേൽ ദൈവം ജീവനെ പകരുന്നെന്ന്. ആമേ, ദൈവം ജീവനെ പകരുക. ഈ രാത്രി നീയോ ആമേ നിന്നയിലേക്ക് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേ, ഇന്ത്യക്കകത്ത് ഭൂചലനം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ തളർക്കുക തന്നെ ചെയ്യും. ഇത് ദൈവത്തെ സംഭവിക്കാൻ പോവുക, അത് കർത്താവിനെ സംഭവിക്കാൻ പോവുക. അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന ചില വൃക്ഷങ്ങളെ താഴ്ന്നിരിക്കുന്ന വൃക്ഷത്തെ ദൈവം തമ്പുരാൻ ഉയർത്താൻ പോവുക. ഉയർന്നിരിക്കുന്ന ചില വൃക്ഷങ്ങൾ താഴും, താഴ്ന്നിരിക്കുന്ന ചില വൃക്ഷങ്ങളെ ദൈവം തമ്പുരാൻ ഉയർത്തും. ആമേ, പച്ചയുള്ളതും ആമേ ഉയർത്തിരിക്കുന്നതും പച്ചയുള്ളതുമായ ചില വൃക്ഷത്തെ തമ്പുരാൻ ഉണക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ഏറ്റവും അറിഞ്ഞോണം, ചിലത് ഈ നാളുകളിൽ ഉണങ്ങും. ആ കർത്താവിൻ്റെ നിയോഗം. ചിലത് ഉണങ്ങും, ചില ഉണങ്ങിയത് തഴയ്ക്കാനും പോവുക. ആരും അറിയാതിരുന്ന ചിലത് എഴുന്നേക്കാൻ പോവുക. ആരും അറിയാതിരുന്ന ചില ഭവനത്തിനകത്ത് ഒറ്റപ്പെട്ടിരുന്ന ചിലതിനെ തമ്പുരാൻ പുറത്ത് കൊണ്ടുവരാൻ പോവുക. ആരും അറിയാതിരുന്നതിനെ തമ്പുരാൻ അമ്മയെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുക. ആരും അറിയാതിരുന്ന ചിലതിൻ്റെ മേൽ വിശാലത വരാൻ പോവുക. ആരും അറിയാതിരിക്കുന്നവന് ഇന്ന് ഈ സഭയ്ക്ക് ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കുക. നിന്നെ ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും സ്വർഗം നിന്നെ അറിയിക്കാൻ പോവുക. ഓ റബല വൈഡബല വഷതൽ കാന വൈഡബ ഊറബല വൈഡബ രംദൽ. യേശുവിന്റെ നാമത്തിൽ ആരാധന വെളിപ്പെടട്ടെ. ആമേ, ചങ്ങലകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നന്മയെ തടഞ്ഞു വെച്ചത് അത് രോഗമാണെങ്കിൽ ആ രോഗബന്ധനം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ ഈ രാത്രിയിൽ. ഹല്ലേലൂയ. വാഗ്ദത്തത്താൽ പിടിക്കപ്പെട്ടവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്തോളാം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് യേശു പറയുക, പടകിൽ നീ ഇരുന്നാൽ ആമേ കാറ്റടിച്ചാൽ ആമേ തിരമാല ആഞ്ഞടിച്ചാൽ നീയോ നിന്റെ കുടുംബവും തകരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നവനാ. ആമേ, സാറായെ വിളിച്ചിട്ട് പറയുക, സാറായെ നിന്റെ പ്രായം എത്ര കടന്നു പോയാൽ നിന്നെ എനിക്ക് സന്ദർശിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിന്റെ മേൽ വാഗ്ദത്തമുണ്ട്. ഇന്ന് പകൽ രാത്രി വിശ്വസിച്ചു. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടി നിന്നിട്ട് ഹല്ലേലൂയ ദേശം പറഞ്ഞു നീ ഉണങ്ങിപ്പോയവനാണെന്ന്, നിന്റെ ശുശ്രൂഷ ഉണങ്ങിപ്പോയതാണെന്ന്, നിന്റെ ഭവനം ശാപത്തിലാണെന്ന്, നീ ഒരു ഉണങ്ങിയതാണെന്ന് ഹല്ലേലൂയ നാട്ടുകാർ പറഞ്ഞെടുത്തു. നീ ഒരു തളിർപ്പാകാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടു. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോട് വിളിച്ചു പറ. ഉയർച്ച തന്നെ വരാൻ പോകും. ഉയർച്ച തന്നെ വരും. ഉയർച്ച തന്നെ വരും. ഉയർച്ച തന്നെ വരും. ആമേ, വിശാലമായ വാതിൽ കർത്താവ് തുറക്കാൻ പോവുക. വിശാലമായ വാതിൽ കർത്താവ് തുറക്കാൻ പോവുക. സഭയെ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കാൻ പോവുക. അല്ലെങ്കിൽ വിശാലത ദൈവസഭയ്ക്ക് വരാൻ പോവുക. അത്ഭുതങ്ങൾ ദൈവസഭയിൽ നടക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിന്റെ അടയാളങ്ങൾ ഈ ദിനങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടും. അതൊരു വ്യക്തിയിൽ മാത്രമല്ല, എല്ലാവരുടെ മേലും അത് പകരപ്പെടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കകത്തിരിക്കുന്ന മുഴുവൻ പേരുടെ മേൽ ആമേ ശുശ്രൂഷയെ ദൈവം കൈമാറുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ അത് നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടും. ആമേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഈ വരുന്ന 100 ദിവസം കഴിയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ഈ 100 ദിനങ്ങളും ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ റെഡിയായിക്കോ. അത്ഭുതങ്ങളുടെ വഴികളെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കർത്താവിനെ സ്തോത്രം ചെയ്തു. വിളിച്ചു പറയുക, പരിശുദ്ധാത്മാവ് വരുവോടെ ഉള്ളൂ ഈ മരുഭൂമിയുടെ അവസ്ഥ. ആ മരുഭൂമി ആമേ ഉദ്യാനമായി മാറും. അടുത്തത് വൃക്ഷമായി മാറാൻ പോകുക. ആത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുക. ആത്മാവ് നിന്റെ തലമുറയെ ഉപയോഗിക്കാൻ പോവുക. ആത്മാവ് നിന്റെ ഭവനത്തെ ഉപയോഗിക്കാൻ പോവുക. എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളും യേശുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും ഈ രാത്രിയിൽ അഴിയട്ടെ. എല്ലാ നന്മയെ തടയുന്ന എല്ലാം യേശുവിന്റെ നാമത്തിൽ നന്മയെ തടയുന്ന എല്ലാ ഇരുട്ടിന്റെ അധികാരികളും യേശുവിന്റെ നാമത്തിൽ എല്ലാം നിന്ദിക്കപ്പെടലും മാറട്ടെ. എല്ലാ കഷ്ടതകളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ആത്മാവിന്റെ ഒരു പകർച്ച
നിന്നെ വിടുവിക്കുന്ന ഒരുവനുണ്ട്. ആമേൻ. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. ആമേൻ. ഇന്ന് രാത്രി വിളിച്ചു പറ, യേശു തന്നെ എൻ്റെ കർത്താവ്, യേശു തന്നെ എൻ്റെ കർത്താവ്, യേശു തന്നെ എൻ്റെ കർത്താവ്. സഭ വിളിച്ചു പറയട്ടെ, യേശുവേന്നൊന്ന് വിളിച്ചാട്ടെ, യേശുവേന്നൊന്ന് വിളിച്ചാട്ടെ, യേശുവേന്നൊന്ന് വിളിച്ചാട്ടെ. വാഗ്ദത്തങ്ങളുടെ ഒരു ഉടയവനുണ്ടെങ്കിൽ അതെന്റെ യേശുവാണ്. ഇന്ന് നിന്റെ പ്രതിസന്ധിയുടെ മുകളിൽ, ആമി പ്രതികൂലത്തിന്റെ മുകളിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, അത്ഭുതം ചെയ്യുന്ന ഒരു യേശുവുണ്ട്. അവന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ഇന്ന് രാത്രി നിങ്ങൾ വിളിച്ചു പറയുമോ, ഹല്ലേലൂയ, എത്ര വലിയ പണം കിട്ടിയാലും എത്ര വലിയ സ്വത്ത് കിട്ടിയാലും അതിനേക്കാൾ വലുത് എൻ്റെ യേശുവാണെന്ന്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള എന്തിനേക്കാൾ വലുത് എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ. ഈ രാത്രി നിങ്ങളുടെ അകത്ത് എഴുതി വെച്ചോളാം. യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞു വെച്ചത് നിങ്ങളുടെ ഭവനത്തിൽ വരും, അത് നിങ്ങളുടെ തലമുറയിൽ വരും. ആമി, ഇന്ന് ആരും അറിഞ്ഞിട്ടില്ലെങ്കിലോ നാളെ നിന്നെ ദൈവം ഉയർത്താൻ പോവുക. ഹല്ലേലൂയ. എണ്ണപ്പെട്ട ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. 100 ദിവസം പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. ഈ 100 ദിവസം കൊണ്ട് ആമേ ദൈവം ചില പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. ഈ 100 ദിവസം കൊണ്ട് നിന്റെ തലമുറയുടെ സ്ഥിതി മാറിയിരിക്കും. ആമേ, തലമുറയുടെ സ്ഥിതി മാറിയിരിക്കും. തലമുറയ്ക്കകത്ത് അത്ഭുതം നടക്കും, നിന്റെ ഭവനത്തിനകത്ത് അത്ഭുതം നടക്കും. യേശുവിന്റെ നാമത്തിൽ ഈ 100 ദിവസം കഴിയുമ്പോൾ കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കും. രാജ്യങ്ങളിൽ പ്രതികൂലത്തിന്റെ കാറ്റുണ്ടാകും. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാ. ദൈവം നമുക്ക് വേണ്ടി ഈ രാത്രിയിൽ അത്ഭുതങ്ങൾ ചെയ്യുകയാ. ഈ രാത്രി നമുക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ആത്മാവിന്റെ ഒരു പകർച്ച വ്യാപരിക്കുകയാ. ആത്മാവിന്റെ ഒരു പകർച്ച ഈ ഹോളിനകത്ത് വ്യാപരിക്കുകയാ. ആത്മാവിന്റെ ശക്തി സ്വർഗം എന്നോട് ഇങ്ങനെ പറയുക, ഇതിനകത്തൊരു വലിയ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇതിനകത്ത് വലിയൊരു തീജ്വാല ഇറങ്ങി വരിക. ഇതിനകത്തൊരു മഹത്വം ഇറങ്ങി വരുക. അവന്റെ ഒരു മഹത്വം ഈ ഹോളിനകത്ത് വരുക. ആർക്കും വർണ്ണിച്ചു കൂടാത്ത ആ തേജസ് ഇന്ന് വരികയാണ്. വെള്ളോടിന് സദൃശമായ കാലോട് കൂടിയവൻ ഈ രാത്രിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഈ രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവപ്രവൃത്തി ഈ രാത്രി വെളിപ്പെടുകയാണ്. ആമേ, യുദ്ധത്തിന്റെ മുഴക്കങ്ങൾ ഉണ്ടാകും, യുദ്ധത്തിന്റെ ശബ്ദങ്ങൾ മുഴക്കപ്പെടും. രാജ്യങ്ങൾ തമ്മിൽ കൂടിയാലോചനകൾ നടക്കുന്ന വർഷമാണ്. ആമേ, തീവ്രവാദത്തിനെതിരെ രാജ്യങ്ങൾ തമ്മിൽ ഒരുപോലെ ഒരുമിച്ച് കൂടുന്ന വർഷമാണ്. എന്നാൽ രണ്ടായി തിരിഞ്ഞുകൊണ്ട് ചില മേഖലകളിൽ ഉണ്ടാകാൻ തുടങ്ങും. അത് യുദ്ധത്തിലേക്ക് നീങ്ങാൻ പോകുക. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയാ, യുദ്ധമുണ്ടായാലും ഉണ്ടായില്ലേലും എൻ്റെ നാഥൻ ഞങ്ങൾക്ക് വേണ്ടി ചില പ്രവർത്തികൾ ചെയ്യും. ഹല്ലേലൂയ. ആമേ, കരുതാമെന്ന് പറഞ്ഞവൻ ഈ രാത്രി കരുതുക തന്നെ ചെയ്യും. എന്നെ വിശ്വാസത്തോടെ എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് ഈ രാത്രിയിൽ എത്ര പേര് വിശ്വസിച്ചോടെ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവ് ഈ രാത്രിയിൽ ഒരു അത്ഭുതം ചെയ്യുന്ന എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചോണം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തികൾ എന്നറിയണം, നിങ്ങളുടെ അകത്ത് വിശ്വസ്തത ഉറപ്പാക്കണം. കർത്താവ് വിശ്വസ്തനായിരുന്നതുപോലെ നിങ്ങളും വിശ്വസ്തന്മാരായിരിക്കണം. എല്ലാ മണ്ഡലത്തിലും വിശ്വസ്തന്മാരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുക്കുവാനും കർത്താവിൻ്റെ ഹിതത്തിനകത്ത് നിൽക്കുവാനും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും നിൽക്കാൻ റെഡിയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ചെറിയ ഷോർട്ട് പീരീഡ് ഡേറ്റുകളാണ് ഞാൻ പറഞ്ഞു. ആ ഡേറ്റിനകത്തുള്ളിൽ ദൈവം പ്രവർത്തിച്ചു കഴിയും. ദൈവം അതിനുള്ളിൽ പ്രവർത്തിച്ചു കഴിയുന്നതിനും അതെങ്ങനെയൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നീ ഉണങ്ങിയതാണേലും തമ്പുരാൻ തളിരിടാൻ പോവുക. നീ ഉണങ്ങിപ്പോയാലും നാട്ടുകാർ പറഞ്ഞ് നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. നാട്ടുകാർ പറഞ്ഞ് ഇങ്ങനൊക്കെ അങ്ങ് പോകത്തുള്ളെന്ന്. വരട്ടെന്നേ നാട്ടുകാർ പ്രവചിക്കാൻ വരട്ടെന്നേ. കർത്താവ് പ്രവചിച്ചു കഴിഞ്ഞെന്നാ. ഹല്ലേലൂയ. നാട്ടുകാർ പ്രവചിക്കാൻ വരട്ടെന്ന്. ഹല്ലേലൂയ. നിന്നെ നോക്കി നാട്ടുകാർ പ്രവചിക്കാൻ വരട്ടെ. യേശു പറഞ്ഞു, നീ ഉണങ്ങിയതാണെങ്കിലും തമ്പുരാൻ നിന്നെ ഉയർത്താൻ പോകുക. നിന്നെയും നിന്റെ തലമുറയും ദൈവം അംഗീകരിക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ എഴുതിയോ, വാതിലുകൾ ദൈവം തുറക്കപ്പെടാൻ
പോവുക. വാതിലുകൾ ഹല്ലേലൂയ ചെറുതല്ല ഞാൻ പറയുന്നത്, നിസ്സാരമായ കാര്യങ്ങളല്ല ഞാൻ പറയാം. നീ ചെയ്യുന്ന ചില വേലയ്ക്കകത്തൂടെ തന്നെ അത്ഭുതം നടക്കാൻ തുടങ്ങുക. നീ ഇന്ന് ചെയ്യുന്ന ചില പ്രവൃത്തി അടുത്ത വിശാലതയിലേക്ക് ദൈവം തമ്പുരാൻ മാറ്റാൻ പോവുക. നിനക്ക് നഷ്ടപ്പെട്ടതിന് 100 മടങ്ങ് ദൈവം തമ്പുരാൻ തിരിച്ചു തരുന്ന പോലെ ഈ രാത്രി ഞാൻ പറയുന്നു, ചില അനുഗ്രഹത്തിൻ്റെ വർഷമാ, ശുശ്രൂഷയുടെ വിശാലതയുടെ വർഷമാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വടക്കേ ഇന്ത്യൻ മേഖലകളിൽ അനേക ഭവനങ്ങൾക്കകത്ത് ദൈവം ഇറങ്ങി ചെയ്യുന്ന പ്രവൃത്തി നടക്കാൻ പോവുകയാണ്. മനുഷ്യനെ നിഷേധിക്കാൻ മേലാത്ത പോലെ. എന്നാൽ ദൈവസഭയ്ക്കെതിരായി ചില നിയമങ്ങൾ പാസ്സാക്കാൻ പദ്ധതി ഇടുമ്പോൾ അതിൻ്റെ വേരോടെ തമ്പുരാൻ ചീന്തിക്കളയുന്നൊരു കാഴ്ചയും ദൈവം എന്നോട് പറയുന്നു. അതും ഈ 2025 സംഭവിക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യാം. കണ്ണുകൾ അടച്ചേ. ഫാദർ, ഐ താങ്ക് യു ലോർഡ്. ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തത്തെ ഈ രാത്രി വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ദൈവം നമ്മളോട് പറഞ്ഞതിനെ ഹല്ലേലൂയ. ദൈവം പറഞ്ഞ ഇങ്ങനായിരുന്നു. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 24 പറഞ്ഞു, യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും ഹല്ലേലൂയ പച്ചയുള്ള വൃക്ഷത്തെ ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. സകല വൃക്ഷങ്ങളും ആമീൻ. ദേശത്ത് നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് ദൈവത്താൽ അനുഗ്രഹമാവും. ദൈവത്താൽ നിൻ്റെ ശുശ്രൂഷയെ മാനിക്കും. ദൈവത്താൽ നിൻ്റെ നിൻ്റെ ദാനങ്ങളെ, നിൻ്റെ ധർമ്മങ്ങളെ, നിൻ്റെ തലമുറയെ, നിൻ്റെ ജീവിതത്തിനകത്ത് ഏത് തുറയാണോ ആ തുറയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന വർഷമാണ്. യേശുവിൻ്റെ നാമത്തെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സാഹചര്യം കൊണ്ട് ഞങ്ങളുടെ സഭയിൽ വരാതിരിക്കുന്നവരുണ്ട്. ആ കുടുംബത്തെ കുറിച്ച് സഭയുടെ മെമ്പർഷിപ്പിനകത്ത് സഭയോട് ചേർന്ന് നിൽക്കുന്ന സകല കുടുംബങ്ങൾ നസ്രനാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വാഗ്ദത്തങ്ങൾ അവരുടെ മേൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരിന്ന് ഏത് പ്രതികൂലത്തിലാണോ ആ പ്രതികൂലത്തിനകത്ത് കർത്താവ് ഇന്ന് അവരുടെ പടകിൽ പ്രവേശിക്കുക. യേശുവിന്റെ നാമത്തെ പ്രതിസന്ധി ഈ രാത്രിയിൽ മാറട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് വലിയൊരു ദൈവിക അത്ഭുതം നടക്കട്ടെ. നസ്രനാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു തളിർപ്പ് വരുന്ന വർഷമാക്കി, ഒരു അനുഗ്രഹം വരുന്ന വർഷമാക്കി കർത്താവ് ഈ ദൈവസഭയെ കണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ